Hello, welcome to Wings to Love. ഈ വീഡിയോയിൽ MEG14 ഇന്ദിര ഗോസ്വാമിയുടെ ദ എം ടി ചെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ദ എം ടി ചെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ഓഫ് എ കഫിൻ ഫൗണ്ട് ഇൻ എ ക്രിമേഷൻ ഗ്രൗണ്ട്. സോ ഈ എം ടി ചെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്രിമേഷൻ ഗ്രൗണ്ടിൽ ഒരു ശവപ്പെട്ട് ലൈക്ക് കഫിൻ ഫൗണ്ട് ചെയ്യാണ്. സോ അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദ എം ടി ചെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ദ സ്റ്റോറി വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ആൻ ആസാമീസ് മാഗസിൻ ഇൻ ദ 90s. സോ 90s ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആസാമീസ് മാഗസിനിലൊക്കെ ആയിരുന്നു കേട്ടോ. സോ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അതേപോലെ ഈ സ്റ്റോറി ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് മൂവ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് നമ്മുടെ പ്രൊട്ടോഗണിസ്റ്റ് ആയിട്ടുള്ള ടൊറിഡോയുടെ ഒരു എന്താണ് ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. സോ ടൊറിഡോയുടെ കുടിൽ എന്ന് പറയുന്നത് നമ്മുടെ ക്രിമേഷൻ ഗ്രൗണ്ടിന് തൊട്ടടുത്തായിട്ടാണ് ടൊറിഡോയുടെ വീട് എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് ലൈൻസിൽ പറയുന്നത് ഒരുപാട് ആളുകൾ ഈ ക്രിമേഷൻ ഗ്രൗണ്ടിൽ എന്താണ് അരികിൽ താമസിക്കുന്നുണ്ട്, എങ്കിൽ പോലും നോ വൺ ഗോട്ട് അപ്പ് അറ്റ് ദിസ് ഹവർ. ഒരു മണിക്കൂറായിട്ട് എന്താണ് ആരും എണീറ്റിട്ടില്ല എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ഹിജോൾ മരമുണ്ട് തൊട്ട് എടുത്തായിട്ട് നമ്മുടെ ടൊറഡോയുടെ വീടിന് മുമ്പിൽ ഒരു ഹിജോൾ മരമുണ്ട്. അതിൽ നിന്ന് ഒരുപാട് ബുൾബിളുകൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു സൗണ്ട് അല്ലാതെ മറ്റ് സൗണ്ട് എന്താണ് അവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ്. തീർത്തും ഏകാന്തതയാണെന്ന് വാസ്തവം. ആൻഡ് ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒരു യെല്ലോ ബിൽഡ് ഗരൂബുക്ക്, അതിനെക്കുറിച്ച് മഞ്ഞ നിറമുള്ള ഒരു ഗരൂബുക്കിൻ്റെ ഒരു കൂട്ടം എന്താണ് ബ്രഹ്മപുത്രയുടെ ഈസ്റ്റ് ഭാഗത്ത് നോക്കിയിട്ട് എന്താണ് അവർ പറന്നുയരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഒരു ലൈക്ക് നമ്മുടെ ഈ ക്രിമേഷൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ശവസംസ്കാരങ്ങൾ നടത്താൻ വേണ്ടിയാണ്. ആ ഒരു ദുർഗന്ധം എന്താണ് ഇല്ലാതെ ദൂരെയുള്ള ഒരു ലെമൺ ബ്ലോസംസിൻ്റെ ഇതുമായിട്ട് അതിൻ്റെ ഒരു സെൻറ്റുമായിട്ട് സ്വീറ്റ് സെൻറ്റുമായിട്ട് എന്താണ് ഇതിൻ്റെ ഒരു സ്മെല്ല് എന്താണ് ലയിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ആ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ മൂവ് ചെയ്യുമ്പോൾ ആസ് ഷീ കെയിം ഔട്ട് ഓഫ് എ ഷോക്ക് ടൊറഡോ സോ ഹൈബർ ദ ഫയർവുഡ് വെൻഡർ ഫ്രം ദ ക്രിമേറ്ററി സ്റ്റാൻഡിങ് അണ്ടർ ദ ഹിജോൾ ട്രീ. ആൻഡ് അവൾ എന്താണ് അവളുടെ കുടിലിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ ആരെ കണ്ടു? ഹൈബറിനെ കണ്ടു. ഹൈബർ എന്ന് പറയുന്ന ഫയർവുഡ് വെൻഡർ ആണ് കേട്ടോ. ആൻഡ് അദ്ദേഹം ഹിജോൾ ട്രീൻ്റെ താഴെയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആൻഡ് അഗെയിൻ ഹിസ് സ്പ്ലിൻറ്റഡ് ലെഗ്സ് stuck out from beneath his black shorts. His white teeth gleamed like the chewed up remains of sugarcane stakes. അപ്പോൾ അവൻ്റെ ആ കറുത്ത ഷോർട്സിൻ്റെ അടിയിൽ നിന്ന് അവൻ്റെ കാലുകൾ എന്താണ് പുറത്തേക്ക് നീണ്ടു. അവൻ്റെ ആ ലൈക്ക് ആ വൈറ്റ് ടീത്ത് എന്ന് പറയുന്ന കരിമ്പിൻ തണ്ടുകളുടെ ചവച്ച അവശിഷ്ടങ്ങൾ പോലെ എന്താണ് അതിങ്ങനെ ഷൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇതിലൂടെ അതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഹൈബറിൻ്റെ ഒരു ലൈക്ക് ഒരു സെക്ഷൽ ഫീലിംഗ് ആണ്. നമ്മുടെ ടൊറഡോയിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ഫീലിങ്സിനെയാണ് ഈ ഒരു ലൈൻസിലൂടെ എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. ആൻഡ് ടൊറഡോയ് ഡാർട്ട് ബാക്ക് ഇൻ ടു ദ ഹൗസ്. അപ്പോൾ ടൊറഡോയ് വീണ്ടും എന്താണ് വീട്ടിലേക്ക് എന്താണ് കുതിക്കുകയാണ് അല്ലേ. വീണ്ടും ഉള്ളിൽ നിന്നായിരുന്നു പുറത്തേക്ക് വന്നത്. ഈ ഹൈബറിനെ കണ്ട പാടെ എന്താണ് ഉള്ളിലോട്ട് തന്നെ വലിഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ടൊറഡോയുടെ ഫീലിങ്സ് ആണ് കേട്ടോ. ടൊറഡോയ് പറയുന്നുണ്ട് വാട്ട് ഈസ് ലെഫ്റ്റ് ഇൻ ദിസ് ബോഡി ടു കീപ് ഡ്രോയിങ് യു ഹിയർ ഷീ മെത്തേഡ്. വൈ ഡോണ്ട് യു ലീവ് മീ ഇൻ പീസ്. സോ ഇനി എൻ്റെ ഈ ബോഡിയിൽ നിന്ന് എന്താണ് അവശേഷിക്കുന്നത്? ബിക്കോസ് പോവേർട്ടി കാരണം ഒരുപാടധികം നമ്മുടെ ടൊറഡോയ് മെലിഞ്ഞുണങ്ങിയിട്ടുണ്ട്. ഇനിയും ഈ ശരീരത്തിൽ നിന്നും എന്ത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഈ ഹൈബർ ഇവിടെ ഇപ്പോഴും ഈ ഹിജോൾ ട്രീന് താഴെയായിട്ട് വെയിറ്റ് ചെയ്യുന്നത്? എന്താണ് ഇയാൾക്ക് വേണ്ടത്? എനിക്ക് കുറച്ചെങ്കിലും സമാധാനം നൽകിക്കൂടെ എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ ടൊറഡോയ് ഇവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫിൽ നമ്മുടെ ഹൈബർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ടൊറഡോയിന് എന്താണ് ആ ഉള്ളിൽ നിന്ന് തന്നിലേക്ക് എന്താണ് അടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹൈബർ പറയുന്നുണ്ട്. ഹൗ വെൽ ഷി റിമെമ്പേർഡ് ഹിസ് വേർഡ്സ് ദ ഫെൽ ഓൺ ഹെർ ഇയേഴ്സ് എഗെയിൻ ലൈക്ക് ഹാമർ ബ്ലോസ്. ഒരു ചുറ്റിക്കാടി പോലെ അങ്ങനെ അത്രമാത്രം ഭീകരമായ രീതിയിലാണ് നമ്മുടെ ടൊറഡോയ് അതിനെ വീക്ഷിക്കുന്നത്, അതിനെ കാണുന്നത്. ഓക്കെ. ആൻഡ് ഇറ്റ് വിൽ ബി എ ലോങ് ടൈം ബിഫോർ ദാറ്റ് drunkard of yours come out of jail. സോ നമ്മുടെ ടൊറഡോയുടെ ഹസ്ബൻഡ് എന്താണ് ജയിലിലാണ്. എന്തുകൊണ്ട്? വണ്ടി ഓടിച്ചപ്പോൾ മദ്യപിച്ചു എന്ന രീതിയിൽ ഒക്കെ അതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് ജയിലിലാണ്.
സോ ലൈക്ക്വൈസ് ഇപ്പോൾ നിൻ്റെ കൂടെ ആരുമില്ല, ഞാൻ മാത്രമാണ് നിൻ്റെ ഒപ്പം എന്ന രീതിയിലൊക്കെ പറയുന്നു. നിൻ്റെ ആ കുടിയൻ ജയിലിൽ നിന്ന് പുറത്തു വരെ ഇനിയും ഒരുപാട് നാളുകൾ കഴിയും. അതായത് ഇനിയെങ്കിലും നീ പുറത്തു വരാൻ ശ്രമിക്കുക എന്ന രീതിയിൽ. ഒന്നല്ല 2 പേര് ഓടിച്ചിട്ട് കൊന്നു എന്നാണ് തെളിവ് പ്രകാരം. ബിക്കോസ് അദ്ദേഹം ഡ്രൈവ് ചെയ്തപ്പോൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിനക്ക് ആരുമില്ല എന്ന തോന്നൽ വേണ്ട, ഞാനുണ്ട് എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ ഹൈബർ എന്താണ് ടൊറഡോയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സെക്ഷൽ ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. സെയിം കാര്യം തന്നെയാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ഐ ആം ഹിയർ, ഡോണ്ട് വറി, I will help. Just keep your door open at night. This way, at least your 2 children won't starve to death. ഹൈബർ ഹാസ് സെഡ്. സോ ഹൈബറിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു സെക്ഷൽ ഏർണിങ്സ് ആണ്. സോ അതിന് വേണ്ടിയാണ് നമ്മുടെ ഹൈബർ വെയിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ ടൊറഡോയിൻ്റെ ഹസ്ബൻഡ് എന്താണ് ജയിലിലാണ്. സോ ഈ ഒരു സാഹചര്യം മുതലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹൈബർ ഈ ഹിജോൾ ട്രീയിൽ അണ്ടറിൽ നിൽക്കുന്നത്. ലൈക്ക് ആ ഒരു മൊമെൻറ്റ് വരാൻ വേണ്ടി എന്നാണ് നൈറ്റിൽ നമ്മുടെ ഡോറ് തുറക്കുന്നത് എന്ന ഒരു ദിവസം വരാൻ വേണ്ടി ഈ സമയം വരെ അല്ലെങ്കിൽ ഈ ദിവസം വരെ നമ്മുടെ ഹൈബർ എന്താണ് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, ആ ഒരു സംഭവമാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ ടൊറഡോയ് വീണ്ടും പുറത്തിറങ്ങിയിട്ട് എന്താണ് ഹൈബർ അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. ആൻഡ് അവിടെ ഒരു വുഡൻ ചെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വുഡൻ ചെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു കൺഫ്യൂഷനാണ്, ലൈക്ക് ഒരു സർപ്രൈസ് ആണ് അവിടെ ഉള്ളത്. ഈ വുഡൻ ചെസ്റ്റ് എന്താണ് നമ്മുടെ ടൊറഡോയുമായിട്ട് ഒരു കണക്ഷൻ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് ആരെങ്കിലും അപ്പോഴും അലർന്നുണ്ട്, ലൈക്ക് വുഡൻ ചെസ്റ്റ് കൊണ്ടുവരുന്ന എന്താണ് ആരോ മരിച്ചിട്ടുണ്ട് അല്ലേ, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ആരാണ് മരണപ്പെട്ടതെന്നുള്ളത് നമുക്കിപ്പോഴും ഒരു കൺഫ്യൂഷനാണ് അല്ലേ, എന്താണെന്നുള്ളത്. ഇനി ഇതാണെങ്കിലോ നമ്മുടെ ടൊറഡോയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഇതിലൂടെ പ്രൂവൺ ആണ് അല്ലേ. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഓരോ ഹ്യൂമൻ കണ്ടീഷൻസിനെയാണ് കേട്ടോ. സോ ഒരു വൈഫ് ലൈക്ക് ഹസ്ബൻഡ് മരിച്ച വൈഫിൻ്റെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റഡ് ആക്കിയിട്ടാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. പ്ലസ് നമ്മുടെ എന്താണ് പോവർട്ടി പ്ലസ് സെക്ഷൽ പ്ലഷറിനെ കുറിച്ചിട്ടും ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. നമ്മുടെ ഹൈബറിൻ്റെ കേസ് എന്ന് ലൈക്ക് നമ്മുടെ ടൊറഡോ എന്ന് പറയുമ്പോൾ പോവർട്ടിയിലാണ് അല്ലേ, ഹസ്ബൻഡ് എന്താണ് എവിടെയാണ് ജയിലിലാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഹൈബർ എന്താണ് ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്, സെക്ഷൽ ഏർണിങ്സിന് വേണ്ടി നമ്മുടെ ടൊറഡോയിനെ എന്താണ് ടെംപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ ടൊറഡോ ഒരു വുഡൻ ചെസ്റ്റ് എന്താണ് ഒബ്സർവ് ചെയ്യാൻ പോയതായിരുന്നു അല്ല, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു പോയിരുന്നത്. സോ ആ ഒരു ടൈമിൽ അവൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് അല്ലേ. ആൻഡ് നമ്മുടെ ജമീന്ദാർ ഓഫ് ചാക്രോഡ് അദ്ദേഹം ഒരുപാടായി മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് എന്താണ് യൂറിയം വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബെഡിലാണ് അവൾ കിടക്കുന്നത്, വൈഫ് ഉറങ്ങുന്നത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. ആൻഡ് വേറൊരു വുഡ് കട്ടറിൻ്റെ വൈഫിനെ കുറിച്ചിട്ടും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളെ ഗോൾഡ് റിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വാരിയസ് കൈൻഡ് ഓഫ് ലൈഫിനെ കുറിച്ചിട്ടും ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് നമ്മുടെ ടൊറഡോയ് എന്താണ് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ദെൻ അവളുടെ കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന ഇങ്ങനെ നോക്കുകയാണ്. ഒരാൾക്ക് അവിടെ വാരിയെല്ലുകൾ പോലും എണ്ണാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. വാരിയെല്ലുകൾ എണ്ണാന്ന് പറയുമ്പോൾ അത്രമേൽ ആ കുട്ടികൾ മെലിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. ആൻഡ് ഇറച്ചിക്കടയിൽ എന്താണ് കെട്ടിയിട്ടുള്ള ആടുകളുടെ തോല് പോലെ അവരുടെ ട്രൗസർ എന്താണ് അഴിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അപ്പോൾ അവൾ കാണുന്നുണ്ട് അവളുടെ ആ വുഡൻ ചെസ്റ്റ് കാണുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി എക്സെന്റ് ഗിവ് സ്ട്രെങ്ത് ടു ടൊറഡോയിന് ഒരു ലൈക്ക് ഒരു ജീവിക്കാനുള്ള ഒരു സ്ട്രെങ്ത് തരുന്നത് ആ വുഡൻ ചെസ്റ്റ് ആണെന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. ആൻഡ് നമ്മുടെ ടൊറഡോയ്ക്ക് ഈ വുഡൻ ചെസ്റ്റ് എന്താണ് ഹോൾഡ് ചെയ്യാണ് കേട്ടോ. സോ ഈ മരണപ്പെട്ട ആളുമായിട്ട് നമ്മുടെ ടൊറഡോയ്ക്ക് വല്ലാത്തൊരു കൈൻഡ് ഓഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട് കേട്ടോ. അവൾക്കൊരു സ്ട്രേഞ്ച്നെസ് എന്താണ് ഫീൽ ചെയ്യാണ് അല്ലേ. ആൻഡ് ഒരു കൈൻഡ് ഓഫ് പ്ലഷർ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ അവൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കൈൻഡ് ഓഫ് പ്ലഷർ അവൾക്ക് ഫീൽ ചെയ്യാണ് കേട്ടോ. ആൻഡ് when she had scrunched the chest from the cremation ground, she had to take some blood-stained pieces of ice out of it. She had almost forgotten about that. Torodoi wept. And അവളെന്ന് പറയുന്നത് നമ്മുടെ ഈ ക്രിമേഷൻ ഗ്രൗണ്ടിൽ നിന്ന് അവൾ എന്താണ് ഒരു രക്തം പുരണ്ട കുറച്ച് ഐസ് കഷ്ണങ്ങൾ എന്താണ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവൾ അക്കാര്യത്തെക്കുറിച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവൾ എന്താണ് വെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, കരയാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനി ഈ സ്റ്റോറിയിലോട്ട് പുതിയൊരു ക്യാരക്ടർ വരികയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം ഒരു പോലീസ് ജീപ്പിൻ്റെ സൗണ്ട് അവിടെ കേൾക്കുകയാണ്. പൊതുവേ ഇവിടെ പോലീസ് വാഹനങ്ങൾ അതേപോലെ മറ്റ് വാഹനങ്ങളും ഇതുവഴി കടന്നു പോകാറില്ല. ബിക്കോസ് ഇതൊരു ക്രിമേഷൻ ഗ്രൗണ്ടാണ്. അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ടൊറോഡോയിൻ്റെ വീട് വരുന്നത് അല്ലേ. ആൻഡ് എന്തെങ്കിലും ഈ മരണപ്പെട്ട ആളുകളുടെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് റിലേറ്റഡ് ആയിട്ടാണ് പൊതുവേ വരാറുള്ളത്. അതേപോലെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് റിലേറ്റഡ് ആയിട്ടും ഇവിടെ പോലീസുകാർ വരാറുണ്ട് കേട്ടോ. ഈ ഒരു പോലീസ് ജീപ്പിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റത് അല്ലേ. സോ അവൾക്ക് ആ വുഡൻ ചെസ്റ്റിൽ കടന്നപ്പോൾ ലൈക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്ട്രെയിഞ്ച്നെസ് ലൈക്ക് അവളോടൊപ്പം ആ മരണപ്പെട്ട ആളും ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ അവൾക്ക് ഈ ഒരു ഇതിൽ അവൾക്ക് ഫീൽ ചെയ്യുന്ന ആ വുഡൻ ചെസ്റ്റിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുമ്പോൾ അവൾ മിസ് ചെയ്യുന്ന ആ ഒരാൾ കൂടിയും അവളോടൊപ്പം കൂടി ഷെയർ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലൊക്കെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തലേന്ന് രാത്രി അവളുടെ വെഡ്ഡിങ് ബ്ലൗസ് ഇട്ടിട്ടും അതേപോലെ അന്ന് ലൈക്ക് മുടി കെട്ടിയ പോലെ അന്നൊക്കെ മുടിയൊക്കെ കെട്ടിയിട്ടൊക്കെ അവളിങ്ങനെ മിററിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നെന്ന് പറയുമ്പോൾ അവൾ കുറച്ചുകൂടി തടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറയുമ്പോൾ അവളെ പോവർട്ടി അത്രമാത്രം അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലാണ് അവിടെ പറയുന്നത് കേട്ടോ. ആൻഡ് അവളുടെ മക്കൾ എവിടെയാണ് കിടന്നത്? ഈ എംപ്റ്റി ചെസ്റ്റിലാണ് കിടക്കുന്നത്. ഷെയിം എന്താണ് ഈ ഡെഡ് ബോഡി ക്യാരി ചെയ്ത ഒരു ബോക്സിലാണ് അവളുടെ കുട്ടികൾ കിടക്കുന്ന രീതിയിലൊക്കെ ആരൊക്കെ എന്തൊക്കെ പറയുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് ആ ജീപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടൊറോഡോയുടെ ബ്രദറായിരുന്നു, സോമേശ്വരായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻകൺവീനിയൻസ് ഇവരെ കാണാൻ, എസ്പെഷ്യലി നമ്മുടെ ടൊറോഡോയ് എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ഇല്ല, ജയിലിലാണ്. സോ ഒരു ബ്രദറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവളെ കെയർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ബ്രദർ അതൊരു ലൈക്ക് ഒരു ഇതായിട്ട് പറയുകയാണ്, എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, സോ ഇന്ന് ഈ ഭാഗത്തായിരുന്നു എൻ്റെ ഡ്യൂട്ടി, അതുകൊണ്ടാണെന്ന രീതിയിലൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇനി പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാറുവ മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 ആൺമക്കളായിരുന്നു ആ ഒരു വുഡൻ ചെസ്റ്റ് ക്യാരി ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷേ ഒരാൾ എന്താണ് ലാസ്റ്റ് നമ്മുടെ റിച്വൽ റൈറ്റ്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ എന്താണ് പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട് എന്താണ് റൂം ഷെയർ ചെയ്തു എന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ആൻഡ് സഡൻലി സോമേശ്വർ ഗ്യാസ്പ് ആൻഡ് റീട്രീറ്റഡ് എ ഫ്യൂ സ്റ്റെപ്സ് ആസ് ഹി ഹാഡ് സീൻ എ സ്നേക്ക്. സോ പെട്ടെന്ന് നമ്മുടെ സോമേശ്വരൻ എന്താണ് ഒരു സ്റ്റെപ്പ് മാറിയിട്ട് നിൽക്കുകയാണ്. ബിക്കോസ് അദ്ദേഹം എന്താണ് ഒരു സ്നേക്കിനെ കണ്ടു. അപ്പോഴാണ് നമ്മുടെ സോമേശ്വർ ആ വുഡൻ ചെസ്റ്റ് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ആ വുഡൻ ചെസ്റ്റ് കണ്ടത്. അദ്ദേഹം അതിനെ നല്ല പോലെ ഒബ്സേർവ് ചെയ്തു. എന്നിട്ട് നമ്മുടെ പോലീസുകാർ ചെയ്യുന്ന പോലെ ചുറ്റും നടന്നു നോക്കി, എന്നിട്ടൊന്ന് മുട്ടുകുത്തിയിട്ട് നോക്കി. ആൻഡ് ആ ഒരു ടൈമിലാണ് അദ്ദേഹം വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ആരോട് ചോദിച്ചു? ടൊറോഡോയോട് ചോദിച്ചു. ടൊറോഡോയ് കൊണ്ടുവന്ന വെള്ളം അദ്ദേഹം വലിച്ചു കുടിച്ചു. എന്നിട്ട് ഭയങ്കര ഒരു സാഡ്നെസ് അദ്ദേഹത്തിൻ്റെ ഫേസിലുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടത് സത്യമാണല്ലേ, സാരു ബാപ്പയുടെ മൃതദേഹം ഒരു വുഡൻ ചെസ്റ്റിൽ ക്യാരി ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്നുള്ള വഴിയുടെ ഭാഗം ഞാൻ ആ കുടുംബത്തെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണല്ലേ ആ വുഡൻ ചെസ്റ്റ് എന്ന രീതിയിലൊക്കെ നമ്മുടെ സോമേശ്വർ പറയുന്നുണ്ട് കേട്ടോ. ഇനിയാണ് ടൊറോഡോയ്ക്ക് ഈ സാരു ബോപ്പയുമായിട്ടുള്ള കണക്ഷൻ പറയുന്നത് കേട്ടോ. നമ്മുടെ സാരു ബോബയുടെ വീട്ടുവേല ചെയ്യാനായിരുന്നു നമ്മുടെ ടൊറോഡോയിൽ പോയിട്ടുള്ളത്. അവിടെ കണ്ടുവെച്ചിട്ട് എന്താണ് അവർ രണ്ടാളും പ്രണയത്തിലാകുകയാണ്. അദ്ദേഹത്തിന് ഇവളെ കല്യാണം കഴിക്കാനൊക്കെ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എന്താണ് ഫാമിലിക്ക് താല്പര്യമുണ്ടാവാനിട്ട് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത് കേട്ടോ. നമ്മുടെ സോമേശ്വർ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സാരു ബോപ്പയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് ഇവിടെ വരെ ഞാനായിരുന്നു അനുഗമിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ബ്ലഡ് സ്റ്റെയിൻ എൻ്റെ കയ്യിലായപ്പോൾ എനിക്ക് എന്തൊക്കെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് എന്താണ് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ദെൻ അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രണയം അല്ലേ. അദ്ദേഹം ഈ ഒരു കൂലിപ്പണിക്കാരിക്ക് വേണ്ടി അദ്ദേഹം എന്താണ് വീട്ടുകാരുമായിട്ടൊരു യുദ്ധം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് നേടി? ഇവിടെ നിന്ന് ഈ ഒരു കുടിയിൽ നിന്നേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന രീതിയിലേക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടൊറോഡോയിൽ പറയുന്നുണ്ട്, എന്നെ വിവാഹം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ബാച്ചിലറായി തുടരുന്നത്. 12 വർഷം മുഴുവൻ അദ്ദേഹം എന്താണ് ഒരു വിവാഹം പോലും കഴിച്ചില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ ടൊറോഡോയി പറയുന്നുണ്ട് കേട്ടോ. ഇതുകൂടി കേട്ടപ്പോൾ നമ്മുടെ സോമേഷിൻ്റെ കൺട്രോൾ പോയി. അദ്ദേഹം പറയാണ്, നീ പൂർണ്ണമായും അദ്ദേഹത്തെ വിശ്വസിച്ചിരിക്കുകയാണ്, നീ ഇപ്പോൾ ഒരു വിഡ്ഢിയാണ്, നീ ഒരു ഇഡിയറ്റ് ആണെന്ന രീതിയിൽ പറയുന്നുണ്ട്. ഞാൻ പോലീസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കെല്ലാം അറിയാൻ സാധിച്ചു. ഇതുകൂടി കേട്ടപ്പോൾ ഉറങ്ങിക്കിടന്ന നമ്മുടെ ടൊറോഡോയുടെ മക്കൾ എന്താണ് എണീറ്റ് വരികയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സോമേഷ് എന്തോ പോക്കറ്റിൽ ഇങ്ങനെ തിരയാണ് കേട്ടോ. സോ നമ്മുടെ ഈ ആൺകുട്ടികൾ എന്ത് വിചാരിക്കുകയാണ്, തങ്ങൾക്ക് വേണ്ടി എന്തോ അമ്മാവൻ അങ്കിൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന രീതിയിൽ അവരിങ്ങനെ നോക്കുകയാണ്.
പക്ഷേ അതല്ല കാര്യത്തിൽ കേട്ടോ. ആൻഡ് അച്ഛൻ ജയിലിൽ പോയപ്പോൾ ഒരിക്കൽ പോലും വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇവർക്ക് എന്താണ് അങ്കിളാണ് അല്ലേ. ആൻഡ് ഇവർ 3 പേര് എന്താണ് നമ്മുടെ സോമേഷിനെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ടൊറഡോയ്ക്ക് ലൈക്ക് എന്താണ് ഒരുപാട് ലൈക്ക് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി വരികയാണ്. ബിക്കോസ് അവളിപ്പോഴും വിശ്വസിച്ചിരുന്നത് സാരുബോപ്പ അവൾ അത്രമേൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളുടെ സോമേശ്വർ പറയുന്നുണ്ട് നീ ഇപ്പോഴും ഒരു വിഡ്ഢിയാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അല്ലേ. സോമേശ്വരുടെ പോക്കറ്റിൽ നിന്നൊരു കെട്ട് കത്തെടുത്ത് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തു. ഇത് ഇൻവിറ്റേഷൻ കാർഡായിരുന്നു. നമ്മുടെ സാരുബോപ്പയുടെ ഇൻവിറ്റേഷൻ കാർഡായിരുന്നു. അദ്ദേഹം കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു നിത്യ ബാച്ചിലറായിട്ട് തുടരാൻ വേണ്ടിയൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. കാർഡുകളും അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊന്ന് വായിച്ച് നോക്കൂ എന്ന രീതിയിലാണ് നമ്മുടെ സോമേശ്വർ പറയുന്നത് കേട്ടോ. ഇത് നമ്മുടെ ടൊറഡോയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം അത്രമേൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കല്യാണം കഴിച്ചിട്ട് പോലും നമ്മുടെ ടൊറഡോയുടെ മനസ്സിൽ സാരുബോപ്പയായിരുന്നു. പക്ഷേ സാരുബോപ്പ എന്താണ് കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ വന്നപ്പോൾ നമ്മുടെ ടൊറഡോയ്ക്ക് ഭയങ്കര വിഷമമായി. ലാസ്റ്റ് നമ്മുടെ അമ്മാവൻ എന്തായിരുന്നു ലൈക്ക് നമ്മുടെ സോമേശ്വരൻ എന്താണ് കുറച്ച് തുട്ടുകൾ എന്താണ് ഈ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. സോ അത്രമേൽ പട്ടിണിയായ അവരെന്താണ് വേഗം എന്താണ് കടയിലേക്ക് ഓടുകയാണ്. എന്തെങ്കിലും വാങ്ങാനായിട്ട് അവർ ഓടുകയാണ് കേട്ടോ. ഈ ഒരു നിമിഷം വരെ അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സാരുബോപ്പ നിത്യ ബാച്ചിലറായി തുടരുന്നത് അവൾക്ക് വേണ്ടിയായിരുന്നു എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് മനസ്സിലാകുമായിരുന്നു അവളൊരു ഒരു ഇഡിയറ്റാണ് അല്ലേ. ഇത്ര നാൾ അവൾ വിശ്വസിച്ചതെല്ലാം തെറ്റിദ്ധാരണയായിരുന്നു. അതുപോലെ ഇത്രയും ഒരു പോവർട്ടി ഉണ്ടായിട്ട് പോലും ആ വുഡൻ ചെസ്റ്റ് കാണുമ്പോൾ അവൾക്കൊരു സ്ട്രെങ്ത് കിട്ടുന്നുണ്ടായിരുന്നു, ജീവിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം എന്താണ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അവളിൽ നിന്ന് ചോർന്നു പോയിട്ടുണ്ട്. അവളുടെ മക്കൾ എന്താണ് ഈ ശവസംസ്കാരം നടത്താനായിട്ട് വരുന്ന ആളുകളെ യാചിക്കാറുണ്ട്. എന്തിനു വേണ്ടി? എന്തെങ്കിലും കിട്ടാൻ വേണ്ടി യാചിക്കാറുണ്ട്. ആൻഡ് അവർ ഒഴിവാക്കിയിട്ടുള്ള വെള്ളക്കുപ്പികൾ കഴുകിയിട്ട് വെള്ളം കുടിക്കാറുണ്ട്. അങ്ങനെ അത്രമേൽ ദാരിദ്ര്യത്തിലാണ് അവർ ജീവിക്കുന്നത് അല്ലേ. ആൻഡ് അവൾ എന്താണ് ലാസ്റ്റ് ഈ ഒരു വുഡൻ ചെസ്റ്റ് കൊണ്ടുപോയിട്ട് എന്താണ് കത്തിക്കുകയാണ്. ഇനി ഇത് എടുത്ത് വെച്ചിട്ട് അവൾക്കൊന്നും കിട്ടാനില്ല. അവൾ വിശ്വസിച്ചിരുന്നതെല്ലാം എന്താണ് ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്ന് അവൾക്ക് ബോധ്യമായിട്ടുണ്ട് കേട്ടോ. ആൻഡ് അവളുടെ ഏക പ്രതീക്ഷയും ഇപ്പോഴെന്താണ് അസ്തമിച്ചിട്ടുണ്ട് അല്ലേ. അവൾ എന്താണ് ആ വുഡൻ ചെസ്റ്റ് കത്തിച്ചിട്ടുണ്ട്. ദെൻ അവൾ എന്താണ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു ഡ്രസ്സും എന്താണ് അവൾ ധരിച്ചിട്ടില്ല. അപ്പോൾ ആ ഹിജോൾ ട്രീന് താഴെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹൈബറും അവിടെ ഇല്ല എന്നുള്ളതാണ്. സോ ഇതാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. എം ടി ആണ്. അവളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണ് ഒരു ശൂന്യതയാണ് അല്ലേ. ബിക്കോസ് അവൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരാൾ അവളെ ചതിക്കുകയായിരുന്നു. അതെല്ലാം ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സ്റ്റോറി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.